കോഴിക്കോട് ബാലുശ്ശേരിയിൽ യുവതിയെയും കുട്ടിയെയും കാണാനില്ലെന്ന പരാതി. ഈ പെണ്ണ് ഒളിച്ചോടി പോയത് കൊച്ചി കാളമശ്ശേരിയിലുള്ള ഒരു ചെങ്ങായിന്റെ കൂടെയാണ്. അവൻ മൊബൈൽ ഷോപ്പിലാണ് ജോലി എന്ന് പറയുന്നത്. ഈ ചെങ്ങായിക്ക് ഭാര്യ 3 മക്കളുണ്ട്. ഈ ചെങ്ങായിക്ക് ഭാര്യ 3 മക്കളുണ്ട്. ഇവിടെ ചാടിച്ചോണ്ടോ തന്നെ. കോഴിക്കോട് ബാലുശ്ശേരിയിൽ യുവതിയെയും കുട്ടിയെയും കാണാനില്ലെന്ന പരാതി. ബാലുശ്ശേരി സ്വദേശി ഷഹല, ഷെറിൻ, 7 വയസ്സുകാരനായ മകൻ മുഹമ്മദ് ഐമൻ എന്നിവരെയാണ് കാണാതായത്. ഈ മാസം 16 മുതലാണ് ഇരുവരെയും കാണാതായതെന്ന് ഭർത്താവ് നൽകിയ പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ, വിശിഷ്യ മലബാറിൽ വലിയ രീതിയിലുള്ള ചർച്ചയാണ് ഷഹല ഷെറിൻ എന്നൊരു സ്ത്രീയുടെയും അവരുടെ മകനായ മുഹമ്മദ് ഐമൻ എന്ന ഒരു 8 വയസ്സുകാരന്റെയും തിരോധാനം. ഇവര് പോകും മുമ്പ് ബാങ്കിൽ നിന്ന് പൈസ ഒക്കെ വിഡ്രോ ചെയ്ത് വീട്ടിലുണ്ടായിരുന്ന 15 പവൻ സ്വർണ്ണാഭരണമൊക്കെ എടുത്തിട്ടാണ് പോയത്. ആ പോക്ക് കണ്ടപ്പോഴേ നമുക്കൊക്കെ അറിയാം ഇത് എന്ത് പോക്കാണെന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ സംശയിച്ച പോലെ ഇതൊരു ഒളിച്ചോട്ടം തന്നെയായിരുന്നു. ഇതിനോടകം തന്നെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൊച്ചിയിലെ കാളമശ്ശേരി എന്ന സ്ഥലത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിലെ ജീവനക്കാരനുമായിട്ടാണ് ഇവർ ഒളിച്ചോടിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഒളിച്ചോടി പോയ ഷഹല എന്ന കുട്ടിയുടെ ഭർത്താവ് ജെയ്സൽ ഒരു പ്രവാസിയാണ് കേട്ടോ. സൗദി അറേബ്യയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് അദ്ദേഹം പ്രവാസിയാണ്. ഈ 4 വർഷത്തിനിടയ്ക്ക് നിരവധി തവണ അദ്ദേഹം നാട്ടിൽ വന്നിട്ടുണ്ട്. ഇവര് വിവാഹം കഴിഞ്ഞിട്ട് 7-8 വർഷമേ ആയിട്ടുള്ളൂ. ഇതിനെ തുടർന്ന് നിരവധിയായിട്ടുള്ള ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ചെയ്യുന്നുണ്ട്. അതിൽ മിക്ക ആളുകളും ഈ പെണ്ണിനെ ശപിക്കണം. എടി നീ അനുഭവിപ്പെടി, നിനക്ക് അങ്ങനെ വേണ്ടേ, നിങ്ങൾ അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇത്തരത്തിൽ പോകുന്ന ആളുകൾ എവിടെയും പോയി ജീവിച്ചോട്ടെ എന്നേ. നിങ്ങൾ എന്തിനാ ഇവരെ ശപിക്കാനൊക്കെ നിൽക്കുന്നത്? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? വ്യക്തിപരമായിട്ട് എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഏറ്റവും പ്രധാനം കുട്ടിയുടെയും സുരക്ഷയാണ്. കുട്ടി എന്ന് പറഞ്ഞാൽ ജെയ്സലിന്റെ കുട്ടിയാണ് പോയത്. അപ്പൊ ആ കുട്ടിയുടെ സുരക്ഷ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. ആ കുട്ടി ആരുടെ അടുത്തേക്കാണ് പോയത്? രണ്ടാനച്ഛന്റെ അടുത്തേക്ക്. ആ കുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ അടുത്തായി നമ്മുടെ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ നമ്മൾ കാണുന്നില്ലേ? രണ്ടാനച്ഛന്മാരുടെ ക്രൂരത. കേവലം 8 വയസ്സ് മാത്രമാണ് ആ കുട്ടിയുടെ പ്രായം. അതുകൊണ്ട് ആ കുട്ടിയുടെ കാര്യത്തിൽ മാത്രമാണ് വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഇതില്. അല്ലാതെ ഷഹല എന്ന പെണ്ണ് ആരുടെയും കൂടെ ഒളിച്ചോടി പോയതിന് യാതൊരു വിഷമവും ഇല്ല. എന്തിനാ വിഷമിക്കുന്നതെന്ന്? അവരവരുടെ ഇഷ്ടത്തിന് പോയി. അതിൽ നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത്? ഇവിടെ പ്രശ്നം ഈ കുട്ടിയെ കൊണ്ടുപോയത് മാത്രമാണ്. മുഹമ്മദ് ഐമൻ എന്ന ജെയ്സലിന്റെ കുട്ടിയുടെ ഭാവി, അവന്റെ സുരക്ഷ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ജെയ്സലിന് കുട്ടിയെ കിട്ടാനുള്ള മാർഗങ്ങളാണ് ഇനി ഇവിടെ വേണ്ടത്. ഷഹല എന്ന സ്ത്രീ ഇത്തരം ഒരു തീരുമാനമെടുത്ത സ്ഥിതിക്ക് ജെയ്സലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല ഇനി അയാൾക്ക് വേണ്ടി വരുന്നുള്ളത്. അപ്പൊ ഷഹല അവരുടെ വഴി തെരഞ്ഞെടുത്തു, അവർ പോയി, ഓക്കെ. പക്ഷെ കുട്ടിയെ വേണം. കുട്ടിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ പൊടി കുഞ്ഞുങ്ങളുടെ ഭാവിയൊക്കെ തകർത്ത് ഒളിച്ചോടി പോകുന്ന പെണ്ണുങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഒളിച്ചോടി പോകണം, നിങ്ങൾക്ക് അങ്ങോട്ട് പോയിക്കൂടെ? ഈ കുട്ടികളെ എന്തിനാ കൊണ്ടുപോകണേ? നിങ്ങൾ ഈ ഒളിച്ചോടി പോയ ആളുകളും പോകാൻ തയ്യാറെടുക്കുന്ന ആളുകളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയിക്കോ. ഈ കുട്ടികളായിട്ട് നിങ്ങൾ പോകുമ്പോൾ ഒരു പ്രശ്നം എന്താണോ? നിങ്ങൾ ആരെ ഉപേക്ഷിച്ചാണോ പോകുന്നത് അയാൾ നിങ്ങളെ പിന്നാലെ ഉണ്ടാവും. നിങ്ങളെ ജീവൻ അപകടത്തിലായിരിക്കും. നേരെ മറിച്ച് ആ കുട്ടിയെ അയാൾക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ പോയാൽ അയാൾ നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുക പോലും ഇല്ല. നിങ്ങൾ ജീവിച്ചോ ചത്തൊന്നും പോലും അന്വേഷിക്കൂല. അതൊരു വസ്തുതയാണ്. ഈ അധിക സ്ത്രീകളും വിചാരിക്കുന്ന അവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ ഭർത്താക്കന്മാരൊക്കെ പിന്നാലെ വരുന്നത്. ഒരിക്കലല്ല, മക്കളെ ആവർത്തിട്ട് മാത്രമാണ്. ഇത്തരം ഒളിച്ചോട്ടങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ട് ഭർത്താക്കന്മാർ പോലീസ് പരാതിയാണെങ്കിൽ നിങ്ങളെ പിന്നാലെ വരുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടുമല്ല, അത് ഈ കുട്ടികളെ ഓർത്തിട്ടാണ്. അതുകൊണ്ട് ഇത്തരം ഭർത്താക്കന്മാരെ ഏതായാലും നിങ്ങൾ ഒഴിവാക്കി പോവാണല്ലോ, അപ്പം ഞാൻ കുട്ടികളെ അവിടെ വെച്ച് പോയിക്കൂടെ? എന്നാൽ പിന്നെ ഈ ഭർത്താക്കന്മാർ നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കൂല. അത് ഉറപ്പാണ്. അതുകൊണ്ട് കണ്ടവന്റെ കുട്ടികളെയും കൊണ്ട് അതിൽ ഒളിച്ചോടാൻ നിൽക്കരുത്. വാസ്തവത്തിൽ നിങ്ങൾ ചെയ്യുന്ന ആ കുട്ടിയുടെ ഭാവി കൂടിയാണ് തകർക്കുന്നത്. ഈ ഒളിച്ചോടി പോകുന്ന ആളുകൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഈ ചെന്ന് കയറുന്നിടം രണ്ടാനച്ഛനാണ്, രണ്ടാനമ്മയാണെന്നുള്ള ബോധം വേണം. അപ്പൊ ഈ കുട്ടിക്കുള്ള കെയറിംഗ് ഒക്കെ അത്രേ ഉണ്ടാവുള്ളൂ. എന്ന് മാത്രമല്ല, ഈ കുട്ടിയുടെ ജീവൻ പോലും അപകടത്തിലാവും. ഇത്തരം രണ്ടാനമ്മമാരുടെയും രണ്ടാനച്ഛന്മാരുടെയും ഉപദ്രവം കൊണ്ട് എത്ര കുട്ടികൾ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത സമയത്ത് വരെ മരിച്ചിട്ടുണ്ട്. നമ്മളിതൊക്കെ കാണുന്നില്ലേ? അമ്മയുടെ ആൺ സുഹൃത്ത് കൊന്ന എത്ര കുട്ടികൾ ഈ അടുത്ത് വരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അത്തരം കുട്ടികളുടെ ജീവൻ ത്രെട്ടാണ്. നിങ്ങൾ ഇങ്ങനെ പോകുമ്പോ കുട്ടികൾ അവിടെ വെച്ച് പൊയ്ക്കോന്നേ. നിങ്ങൾ ആര് തരുന്നത്? നിങ്ങൾ ഏതെങ്കിലും പൊയ്ക്കോ, ഒരു വിഷയമല്ല. ആരും നിങ്ങളെ വയ്യാൽ വരുമൊന്നുമില്ല. കുട്ടികളെ തൊട്ട് കളിക്കരുത്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ കുട്ടികളായിട്ട് പോയി നിങ്ങൾ സുഖിച്ച് ജീവിക്കാം എന്ന് വിചാരിക്കേ വേണ്ട. നിങ്ങളെ പിന്നാലെ തന്നെ ഉണ്ടാവും ഈ കുട്ടിയുടെ പിതാവ്. നിങ്ങളെ പിന്നാലെ തന്നെ ഉണ്ടാവും. നേരെ പക്ഷെ കുട്ടി ആ പിതാവിനെ ഏൽപ്പിച്ച് നിങ്ങൾ പോയാൽ ഈ പിതാവ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ,
മരിച്ചോ വല്ല വണ്ടിയും തട്ടിയോ ഇതുപോലും അന്വേഷിക്കൂല. അതൊരു വാസ്തവമാണ്. ഇവിടെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പെണ്ണ് ഒളിച്ചോടി പോയത് കൊച്ചി കാളമശ്ശേരിയിലുള്ള ഒരു ചെങ്ങായിന്റെ കൂടെയാണ്. അപ്പൊ മൊബൈൽ ഷോപ്പിലാണ് ജോലി എന്ന് പറയുന്നത്. ഈ ചെങ്ങായിക്ക് ഭാര്യ 3 മക്കളുണ്ട്. ഈ ചെങ്ങായിക്ക് ഭാര്യ 3 മക്കളുണ്ട്. ഇവിടെ ചാടിച്ചോണ്ടോ തന്നെ. നിങ്ങളൊന്ന് ആലോചിക്കുക ആ സ്ത്രീയുടെ ഒരു അവസ്ഥ, ഈ ചെങ്ങായിന്റെ ഭാര്യന്റെ അവസ്ഥ. നമ്മൾ ഈ പറഞ്ഞ പോലെ ശകല അവരുടെ ഇഷ്ടത്തിന് പോട്ടെ നമ്മൾ പറഞ്ഞല്ലോ. അതേസമയം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ചെങ്ങായിന്റെ ഒറിജിനൽ ഭാര്യന്റെ അവസ്ഥ. നിങ്ങളൊന്ന് ആലോചിക്കുക എന്തായിരിക്കും അവരുടെ അവസ്ഥ. ഇനി ഇവർക്ക് ഒളിച്ചോടി പോകണം, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു റിലേഷൻ എങ്ങനെ രൂപപ്പെട്ടു? ഇനി ഇവർക്ക് ഒളിച്ചോടാതെ തന്നെ മാന്യമായിട്ട് കല്യാണം കഴിച്ചുകൂടായിരുന്നോ? ഇപ്പൊ ഈ ഷഹല എന്ന് പറഞ്ഞ ഈ ഒളിച്ചോടിയ പെണ്ണിന് ഒരു 2 ആഴ്ച മുന്നേ ഭർത്താവിനെ വിളിച്ച് പറയണത് അതേ ഒരു കാര്യമുണ്ട്, എനിക്ക് നിങ്ങളെ വേണ്ട, നിൽക്കാൻ താല്പര്യമില്ല, എനിക്ക് തീരെ താല്പര്യമില്ല, എനിക്ക് മറ്റൊരാളുണ്ട്, ഞാൻ പോകണം, അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ ഈ ജയ്സൽ എന്ന പുയ്യാപ്പിള പറയോ ഡിവോഴ്സ് ഒന്നും ഞാൻ തരൂല, അതൊന്നും പറ്റില്ല, ഇതിന്റെ പറയോ? ഒരിക്കലും പറയില്ല, ഒരിക്കലും പറയാനേ പോണില്ല. അയാൾ പറയും ഡിവോഴ്സ് വേണമെങ്കിൽ ഓക്കെ, ഡിവോഴ്സ് ഓക്കെ, അയാൾ ഡിവോഴ്സ് തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാന്യമായിട്ട് പോയിക്കൂടായിരുന്നോ? ഇതിപ്പോ നിങ്ങൾ എന്താ ചെയ്തത്? ഈ ഒളിച്ചോട്ടത്തിലൂടെ നിങ്ങളെ കുടുംബത്തിനെ പറയിപ്പിച്ചു, നിങ്ങളുടെ മാതാപിതാക്കളെ പറയിപ്പിച്ചു, സഹോദരന്മാരെ സഹോദരിമാരെ പറയിപ്പിച്ചു, ഈ പാവം ജയ്സലിനെ പറയിപ്പിച്ചു. നിങ്ങൾ കൊണ്ടുപോയ കുട്ടിന്റെ ഭാവി പോലും അവതാളത്തിലായില്ലേ? അവൻ ഇനി മരിക്കോളം എന്താണ്? ചാടിപ്പോയവളുടെ മകൻ അവൻ ഇനി മരിക്കോളം അതാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇവിടെ ചാടിച്ചുകൊണ്ടായ അച്ഛങ്ങയ്ക്ക് 3 മക്കളുണ്ട്. ആ കുട്ടിയുടെ ഭാവി എന്താവും? 3 മക്കൾ വെറുതെ ഉണ്ടാവില്ലല്ലോ, ഒരു ഭാര്യ ഉണ്ടാവുമല്ലോ. ആ കുട്ടിന്റെ ഭാവി എന്താവും? ആ കുട്ടിയുടെ മാതാപിതാക്കൾ, ഇവന്റെ മാതാപിതാക്കൾ, ഇവന്റെ സഹോദരന്മാർ, ബന്ധുക്കൾ, ആ കുട്ടിയുടെ ബന്ധുക്കൾ, സഹോദരന്മാർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര ആളുകൾക്കാണ് ഈ 2 കൈതകൾ കാരണം നാണക്കേടുണ്ടായത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവർക്ക് ഒളിച്ചോടി പോണെങ്കിൽ അങ്ങോട്ട് പൊയ്ക്കോട്ടേന്ന്. ഇവർക്ക് സ്നേഹിച്ച് ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവർക്ക് മാന്യമായിട്ടുള്ള വഴികളില്ലേ? അവരുടെ ഇണയോട് പറയാം, അതെ ചേട്ടാ ഒരു കാര്യം, എനിക്ക് നിങ്ങൾ വേണ്ട, നമ്മൾ പിരിയാം. അപ്പൊ അയാൾ സ്വാഭാവികമായിട്ടും പറയാം മകൻ എനിക്ക് തരണമെന്നായിരിക്കും. അതിന് നിങ്ങൾക്ക് സമ്മതം അല്ലെങ്കിൽ നാട്ടിൽ കാരണന്മാരും ഇതുപോലൊക്കെ അവരോടൊക്കെ സംസാരിച്ചിട്ട് തീരുമാനം ഉണ്ടാക്കാം. എന്നിട്ട് നിങ്ങൾ മാന്യമായിട്ട് കല്യാണം കഴിച്ച് വയ്ക്കുന്നേ. എന്തിനാ ഈ ഒളിച്ചോടുന്നേ? ഈ ഒളിച്ചോട്ടം വലിയ രീതിയിൽ മാനഹാനി ഉണ്ടാക്കും നിങ്ങളുടെ ബന്ധുക്കൾക്ക്. നേരെ മറിച്ച് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഡിവോഴ്സ് ചെയ്തിട്ടാ പോയതെങ്കിൽ ഇത് ഒരു പ്രശ്നമാവില്ലല്ലോ, ആർക്കും മാനഹാനി ഉണ്ടാവില്ല, ആ കുട്ടികളുടെ ഭാവി സേഫ് ആയിരുന്നു. ഇതിപ്പോ നിങ്ങളെ ഒളിച്ചോട്ടം കൊണ്ട് ഇവിടെ എത്ര പേരുടെ ഭാവിയാണ് ഈ അവതാളത്തിലായത്? ഷഹലയുടെയും ആ ചെങ്ങായിന്റെ 3 മക്കളടക്കം 4 മക്കളുടെ ഭാവി പോയില്ലേ? ഈ ഷഹലയും ചാടിച്ചു കൊണ്ടുപോയ ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ ഒരു വൈകാരിക നിമിഷത്തിന് വേണ്ടി എത്ര 4 പൊടി കുഞ്ഞുങ്ങളുടെ ഭാവിയല്ലേ നിങ്ങൾ അവതാളത്തിലാക്കിയത്? ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ താല്പര്യമുണ്ട്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് വീട്ടിൽ പറഞ്ഞാൽ അവർ സമ്മതിക്കില്ലായിരുന്നോ? നിങ്ങളുടെ പങ്കാളിയോട് പറയണേ ഈ പോരാ, ഞാൻ വിചാരിച്ചത്ര ഒന്നും പോരാ എന്ന് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാൽ ആ കുട്ടി ഒഴിഞ്ഞേരില്ലേ? അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞാൽ അയാൾ ഒഴിഞ്ഞേരില്ലേ? ഇതിപ്പോ ഇവരോടൊന്നും പറയാതെ നിങ്ങളെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി. നാട്ടിൽ മുഴുവൻ മാനം കെട്ട്, കുടുംബക്കാർ മുഴുവൻ മാനം കെട്ട്, 4 പൊടി കുഞ്ഞുങ്ങളും മാനം കെട്ട്. നിങ്ങളെ മറ്റേ അസുഖം കാരണം ഉണ്ടായത്. മാന്യമായിട്ട് നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്ത് നിലവിലെ പങ്കാളിയെ ഡിവോഴ്സ് ചെയ്ത് മാന്യമായിട്ട് നിങ്ങൾക്ക് വിവാഹം കഴിച്ച് ജീവിച്ചിട്ടായിരുന്നോ? എന്തിനാണ് ഇത്രയും ആളുകളെ നിങ്ങൾ പ്രതിസന്ധിയിലാക്കിയത്? അതിനിടയ്ക്ക് മറ്റാളുകൾ പറയുന്നുണ്ട് നീ കുറച്ച് കഴിഞ്ഞാൽ അനുഭവിക്കൂടി, അതാക്കൂടി, ഇതാക്കൂടി. അവര് അനുഭവിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തിനെങ്ങനെ ശപിക്കുന്നത്? അവരനുഭവിക്കുക എന്താ വെച്ചാൽ ആയിക്കോട്ടെ, അവരവരെ വഴിക്ക് വിട്ടേക്ക്, ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ, വേറെ എന്തെങ്കിലും ചെയ്യാൻ അങ്ങോട്ട് ചെയ്യട്ടെ, നമുക്ക് എന്തെന്ന്. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കാര്യം മാത്രമാണ്. കുട്ടികൾ സേഫ് ആയിരിക്കണം. ഈ ഷഹല കൊണ്ടുപോയ ആ കുട്ടി, ഷഹലയെ ചാടിച്ചു കൊണ്ടുപോയ അവന് 3 കുട്ടികളുണ്ട്, ഇവരൊക്കെ സേഫ് ആവണം. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇങ്ങനെയുള്ള മറ്റേ അസുഖം കാരണം എത്ര പേരാണ് അനാഥമാണെന്ന് നോക്കിക്കേ. വ്യക്തിപരമായിട്ട് ഒളിച്ചോട്ടത്തിന് ഞാൻ അനുകൂലം കേട്ടോ. എന്തുകൊണ്ടാണോ? ഈ ഒളിച്ചോട്ടം എന്നുള്ളത് ഈ നിരവധി ബന്ധുക്കളെയും കുടുംബങ്ങളെയും നാട്ടുകാരെ അടക്കം നാണം കെട്ടുന്ന ഒരു കാര്യമാണെന്ന്. നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്ത് പോയിട്ടുണ്ടല്ലോ, ഇവിടെ എത്ര ഡിവോഴ്സ് നടക്കുന്ന ഒരു ദിവസം? ഡിവോഴ്സ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാന്യത നിലനിർത്തായിരുന്നല്ലോ. ഈ കുട്ടികളുടെ അത്രയും ഭാവി ഇരട്ടിലാവോ? നിങ്ങളുടെ മാതാപിതാക്കളെ പറയിപ്പിക്കേണ്ട ഒരു ഗതികേട് വരുമായിരുന്നോ? അതൊന്നും വരില്ലായിരുന്നല്ലോ. ഇതിപ്പോ ഒളിച്ചോടിയത് കാരണം നിങ്ങൾ സത്യത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളെയും മക്കളെയും ബന്ധുക്കളെയും പ്രതിസന്ധിയിലാക്കിയെന്ന് മാത്രമല്ല നാണം കെടുത്തി. അതിനെന്തിനു നിന്ന്? നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്താണ് പോയിക്കൂടെ? ആരപ്പം നിങ്ങൾ തടഞ്ഞേക്കുക. ഇപ്പൊ ഏതെങ്കിലും ഭാര്യ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യണം, അയ്യോ നീ എന്നെ ഡിവോഴ്സ് ചെയ്യില്ലെങ്കിൽ ഏതെങ്കിലും ഭർത്താവ് അറിയോ? ഒരിക്കലും ഇല്ല. ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ് എന്നാ പിന്നെ അതല്ലെന്ന് അവിടെ ഏത് ഭർത്താവ് അതേ പറയുള്ളൂ. ഇതേപോലെ തന്നെ ഭാര്യയും. ഇപ്പൊ ഭർത്താവ് ഭാര്യനോട് പറയണെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട, ഞാൻ വേറെ ആളെ സെറ്റ് ആയിട്ട് ഞാൻ അങ്ങനെ പോകണമെന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ അയ്യോ ചേട്ടാ പോലെ എന്ന് പറഞ്ഞാൽ കാലും പിടിച്ചൊന്നും വരുമൊന്നുമില്ല. എന്നാ ഓക്കെ, എന്നാ പിന്നെ അങ്ങനെ ആക്കാം എന്ന് പറഞ്ഞാൽ അവർ തീരുമാനമാക്കും. ഇത് കാലം മാറിയിട്ടുണ്ട്. ഒന്നാമത് ഈ ഒളിച്ചോട്ടം എന്നൊക്കെ പറഞ്ഞാല് ഒരു പഴയ സാധനമാണ്.
ഇന്നത്തെ കാലത്ത് ആരോ ഒളിച്ചോടുന്നത്? നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ട് ഇതൊക്കെ? ഇങ്ങനെ കുറെ തള്ളമാരും താന്തമാരും ഒളിച്ചോടുന്നല്ലാതെ പുതിയ പിള്ളേരുടെ ട്രെൻഡിൽ ഒളിച്ചോട്ടല്ലോ. നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു, ഇവിടെ ആവശ്യം ജെയ്സൽ എന്ന ചാടിപ്പോയവരുടെ ഭർത്താവിന് നീതിയാണ്. അദ്ദേഹത്തിന് നീതി എങ്ങനെയാവണം? ഈ പെണ്ണ് കൊണ്ടുപോയ ആ കുട്ടിയെ ജെയ്സലിന് തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാവി അവതാളത്തിലാണ്, ആ കുട്ടിയുടെ ജീവൻ പോലും അപകടത്തിലാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ആ കുട്ടിയെ തിരിച്ചു കൊടുക്കണം, ജെയ്സലിനെ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ഏതിലെങ്കിലും വെക്കുന്നേ ഒരു മനുഷ്യൻ നിങ്ങളെ വിലക്ക് വരില്ല. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. കുട്ടികളെ കൊണ്ടുപോയത് മാത്രമാണ് ഇവിടെ വിഷയം. നിങ്ങൾ ഏതിലെ പോയാലും നമുക്കെന്ത്? നിങ്ങൾ ഏതിലും വെക്കോ, ആരും തെരഞ്ഞു വരില്ല. ആണാവട്ടെ പെണ്ണാവട്ടെ, കുട്ടികളാണ് ഇവിടെ വിഷയം. ഈ ചാടിച്ചു കൊണ്ടതിന് 3 കുട്ടികളുണ്ട്, അതും വിഷയല്ലേ? ഓരോരുത്തരെ ഞരമ്പ് രോഗം കാരണം എത്ര കുട്ടികളുടെ ഭാവിയാണ് അവതാളത്തിലാവുന്നതെന്ന് ആലോചിക്കുക. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണമെന്നേ. ഒരു നിമിഷത്തെ ചിന്തകളാണ് ഇതൊക്കെ. ആർക്കും ഏത് സമയത്ത് ഇതൊക്കെ തോന്നാം. അങ്ങൊന്നും തോന്നാതിരിക്കട്ടെ, നമുക്ക് അത്തരത്തിൽ പ്രാർത്ഥിക്കാം. എന്താ ചെയ്യാ? ഓരോരുത്തന്മാരും ഇങ്ങോട്ട് ഇറങ്ങിയേക്കാണ്, യാതൊരു ബോധവും ഇല്ലാതെ. നമ്മൾ അവസാനമായിട്ട് ഒരിക്കൽ കൂടി പറയുന്നു, ജെയ്സലിന് നീതി കിട്ടണം. അവന്റെ കുട്ടിയെ തിരിച്ചു കൊടുക്കണം. അവന്റെ കുട്ടിയെ വെച്ചിട്ടുള്ള ഒരു കളിക്കും സമ്മതിക്കരുത് ജെയ്സലിനോട് ഞാൻ പറയണം. കുട്ടിയെ തിരിച്ചെടുക്കണം. എന്നിട്ട് നീ സൗദി അറേബ്യയിലല്ലേ ജോലി ചെയ്യുന്നത്, കുട്ടിയെ കൊണ്ട് നീ വെക്കോ. അവിടെ ഉണ്ടല്ലോ സ്കൂളൊക്കെ, അവിടെ ചേർക്ക്. അത്യാവശ്യം പ്രായമായ കുട്ടിയല്ലേ, നിങ്ങൾക്ക് തോന്നുന്നു 5-6 വയസ്സായിട്ടുണ്ടാവും. അവിടെ സ്കൂളിലൊക്കെ ചേർക്ക്. എന്നാ അതിനെ നല്ലപോലെ നീ വളർത്ത്. അല്ലാതെ നീ ഈ കുട്ടിയെ ഇവിടെ ഇട്ടിട്ട് പോകരുത്. ആ കുട്ടിയുടെ ജീവന് പോലും അത് അപകടമാണ്. വളരെയധികം സൂക്ഷിക്കണം. കുട്ടിയെ തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ. ചാടിപ്പോയ ഭാര്യ പോട്ടെ, ഏതെങ്കിലും പോയിട്ട് ചാടിപ്പോയ ഭാര്യ പോട്ടെ, അതിന് നീ ജെയ്സലിനെ നീ തിരിച്ചെടുക്കുകയും ചെയ്തിട്ടോ. അതിനൊന്നും ആവശ്യമില്ല. കുട്ടിയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ ഈ ചാടിച്ച് കൊണ്ടുപോയവന് 3 കുട്ടികളുണ്ടെന്ന്. അവരുടെ സാഹചര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്തായാലും ജെയ്സലിന് നീതി കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ കാലത്തേക്ക് ഇവിടെ പറയുന്നു.